ഹലോ. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. മുടിയൊന്നും നല്ലപോലെ ഉണങ്ങിയില്ല. അപ്പം ഇന്ന് ട്യൂഷനൊന്നുമില്ല. ഇന്ന് റെഡ് അലർട്ട് ആണല്ലോ. പക്ഷേ നല്ല വെയിലുണ്ട്. പക്ഷേ റെഡ് അലർട്ട് ആയിട്ട് ട്യൂഷനൊന്നും വെക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മളിന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ആദ്യം മിലിറ്ററി ക്യാൻറ്റീനിൽ പോകണം. ഇവിടെ അച്ഛൻ മിലിറ്ററിയിൽ ഇനി അപ്പോൾ അതിൻ്റെ കാർഡിൻ്റെ ഒക്കെ അമ്മയ്ക്ക് കിട്ടും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ അതിനുശേഷം കുറച്ച് ഓണക്കല് വരുന്നത്. അപ്പോൾ ചെറിയ ടൗണിലൊക്കെ പോയിട്ട് കസവ കേന്ദ്രത്തിലേക്ക് കയറാൻ ഞാൻ മോശമല്ലേ. അപ്പോൾ ഒന്ന് അവിടേക്ക് പോയി ചെറിയൊരു ഓണം ഷോപ്പിംഗ് നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ കസവ കേന്ദ്രയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഞാൻ രാവിലെ തന്നെ പോകാനൊക്കെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു 10 മണിയൊക്കെ ആണ്. ഇനി എത്ര മണിയാവുമോ അവിടെ എത്താൻ. അങ്ങനെ ഞാൻ നേരെ പെട്രോളൊക്കെ അടിച്ച് ക്യാൻറ്റീനിലെത്തിയപ്പോൾ നല്ല തിരക്കും. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. പിന്നെ ഓണം ഒക്കെ ആവാനാണ്. ഓൾമോസ്റ്റ് അധിക സാധനങ്ങളൊക്കെ വന്നിണ്. ഞാൻ മെയിനായിട്ട് ഇവിടുന്ന് വാങ്ങുക ഹോർലിക്സ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീ, പിന്നെ ഇങ്ങനത്തെ ഡിറ്റർജൻറ്റ്, ലൈസോൾ അതൊക്കെയാണ് വാങ്ങുക. ഇവിടുന്ന് വാങ്ങുന്നുള്ള മെയിൻ ഗുണം എന്താ വെച്ചാൽ ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി സാധനമായിരിക്കും. ഒലീവ് ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ സോപ്പായാലും സോപ്പ് പൊടി, പിന്നെ ലിക്വിഡുകൾ അതൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഒഴിക്കേണ്ടതായാലും അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ ഇതേപോലെ സെറം, അതേപോലെ ഷാമ്പൂ, കണ്ടീഷണർ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങാറ്. നല്ലോണം ഇവിടെ ആളും ഉണ്ട്. അതേപോലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ മെല്ലെ എൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്നായി എടുത്ത് നേരെ ഞാൻ ബില്ലിങ്ങിൽ സാധനമൊക്കെ വാങ്ങി 1 മണിയാവാൻ. ഇനി കസവ കേന്ദ്രയിൽ ഒന്ന് പോയി നോക്കണം. അങ്ങനെ ഞാൻ സാധനം പിന്നെ എൻ്റെ ബാഗിലും അതേപോലെ ബിഗ് ഷോപ്പറിലൊക്കെ ആക്കി വണ്ടിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ കസവ കേന്ദ്രയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ തന്നെ ഞാൻ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കസവ കേന്ദ്രയിലെത്തിയപ്പോൾ നല്ല തിരക്കും. ഓണൊക്കെ ആവാനായതില്ല. പിന്നെ കോളേജിലും കുട്ടികളൊക്കെ ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ, റണ്ണിങ് മെറ്റീരിയലൊക്കെ എടുക്കാൻ നല്ല തിരക്ക്. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനേ പറ്റില്ല. എങ്ങനെയൊക്കെയോ ഞാൻ സാധനമൊക്കെ എടുത്ത് അങ്ങനെ കസവ കേന്ദ്രയിലും എല്ലാ സ്ഥലത്തൊക്കെ പോയി വന്നു. മേലൊക്കെ കഴുകി പണികളൊക്കെ കഴിഞ്ഞു. എന്തൊരു തിരക്കാ. ഓണായതുകൊണ്ടാണ് തോന്നുന്നത്. ഭയങ്കര തിരക്കാണ് കസവ കേന്ദ്രയിൽ. നല്ലോണം ആളുണ്ട്. ഒന്നും എടുക്കാനും ഒന്നും പറ്റുന്നൊന്നുമില്ല. എനിക്ക് അടുത്ത് അതാണ് ആ വീഡിയോയിൽ അതൊന്നും കാണിക്കുന്നത്. ഇനി വീട്ടിൽ കുറച്ച് ബാക്കി പണികളൊക്കെ ഉണ്ട്. ഓക്കെ. കുറച്ച് കിച്ചൺ ക്ലീനിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ പോകുമ്പോൾ റൂമോ അടുക്കളയോ അതൊക്കെ മാത്രം തുടച്ചിട്ടു. ഇനി ബാക്കി ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ആ പരിപാടികളൊക്കെ ചെയ്യാം. നാളെ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. നാളെ ട്യൂഷൻ ഉണ്ട്. ഇന്ന് റെഡ് അലർട്ട് ആണ്. പക്ഷേ എന്തൊരു വില. എന്തിനാണ് പിന്നെ കളക്ടർ ലീവ് പറഞ്ഞാൽ ട്യൂഷൻ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു. ക്യാൻറ്റീനിൽ പോക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. രാവിലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഈ ഗ്യാസ്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഞാൻ പിന്നെ വേഗം കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ അവിടെയും, പിന്നെ ഞങ്ങൾ അടുപ്പ് യൂസ് ചെയ്യില്ല, പക്ഷെ അവിടെ സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ അങ്ങനെ സ്ക്രബ്ബറൊക്കെ ഇട്ട് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യാറ്. അങ്ങനെ അടുപ്പിൻ്റെ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ സിങ്കിൻ്റെ അവിടെയുള്ള മേശയൊക്കെ തുടയ്ക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനത്തെ പണി മാത്രമേ എടുക്കാറുള്ളൂ. കുക്കിംഗ് പരിപാടികളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യാറ്. ഈ പാത്രം ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. വെള്ളമൊക്കെ എടുത്ത് വെക്കാനും എല്ലാത്തിനൊക്കെ വേണ്ടിയിട്ട്. ഞാനത് പണി ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ഇത് കഴിഞ്ഞാൽ കിടന്നുറങ്ങണം. അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഓരോ വിചാരങ്ങൾ. പിന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാ പണിയും എല്ലാവരും എടുക്കും. ഇപ്പോൾ ഇവിടെ അനിയനാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ പണിയൊക്കെ ഇപ്പോൾ എനിക്ക് വയ്യാതെ നിൽക്കുന്ന സമയത്തൊക്കെ അങ്ങനത്തെ പണി കാര്യങ്ങളൊക്കെ ചെയ്യാറും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ്. അങ്ങനെ കിച്ചണൊക്കെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചു, തുടച്ച് പോയിട്ട് കുളിക്കട്ടെ. കുറേ സമയം പണികൾക്ക് കുളിച്ചൊന്ന് കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.